ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തി. PV അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം മൊഴിയെടുക്കും. ഷീജ ചേർന്നു. ഷീജ, ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം മൊഴിയെടുക്കൽ ആരംഭിക്കും. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ അദ്ദേഹം കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. PV അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാനാണ് എത്തിയത്. അല്പസമയത്തിനകം മൊഴിയെടുക്കൽ ആരംഭിക്കും. അദ്ദേഹം കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഷീജയുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. വിനോദല അല്പസമയം മുമ്പാണ് ADGP MR അജിത് കുമാർ ഇവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. അദ്ദേഹം കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കാണിച്ചത്. ഏതായാലും ഇപ്പോൾ മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, PV അൻവർ MLA നൽകിയ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിനൊപ്പം തന്നെ ADGPയും ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ADGPയിൽ നിന്നും ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. ഏതായാലും നിലവിലിപ്പോൾ ഇവിടെ പോലീസ് ആസ്ഥാനത്താണ് അല്പസമയം മുമ്പ് ADGP MR അജിത് കുമാർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പ് തന്നെയായിരിക്കും ഇപ്പോൾ ഇനി നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DGPയുടെ ഒരു മേൽനോട്ടം ഇതിന് ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുന്നു. ഈ മൊഴിയെടുക്കുന്നതിന് പ്രത്യേകമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ലെങ്കിൽ പോലും DGPയുടെ ഒരു മേൽനോട്ടം ഈ മൊഴിയെടുക്കലിന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം DGPയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയെടുക്കലിനും DGPയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മൊഴിയെടുപ്പ് ഇവിടെ പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബിനു. യെസ്, ADGPയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചു. അന്വേഷണ സംഘവും പോലീസ് ആസ്ഥാനത്ത് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ ADGP MR അജിത് കുമാർ എത്തിച്ചേർന്ന് മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നു. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.